ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എങ്കിലും അവ ഉണ്ടാകാൻ കാരണമാകുന്നവന് ദുരിതം എന്ന ഈശോ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് നമ്മുടെ കാലഘട്ടത്തിലെ പാപത്തിൻ്റെയും തിരയും വ്യാപനത്തെ ഓർമ്മിപ്പിക്കുന്നു. നവമാധ്യമങ്ങളിലൂടെയും സമൂഹത്തിലൂടെയും മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഇടർച്ചകൾക്ക് കാരണമാകുന്നവർ ദൈവത്തിൻ്റെ കഠിനമായ വിധിക്ക് പാത്രമാകും. അതിനാൽ നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് നന്മയുടെയും വിശുദ്ധിയുടെയും മാതൃകയാകുവാൻ പ്രത്യേകം ശ്രമിക്കണം. പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വീഴാതെ ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. നിന്റെ സഹോദരൻ പാപം ചെയ്താൽ അവനെ ശാസിക്കുക, അവൻ അനുതപിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് സഹോദരങ്ങളെ ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ഇന്നത്തെ ലോകത്തിൽ കുടുംബങ്ങളിലും സമൂഹത്തിലും വിദ്വേഷവും പകയും വർദ്ധിച്ചു വരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന നിലയിൽ നാം നിരുപാധികം ക്ഷമിക്കാൻ തയ്യാറാകണം. അത് ദിവസത്തിൽ 7 പ്രാവശ്യമായാലും ഇത് എളുപ്പമുള്ള കാര്യമല്ല. ദൈവകൃപയിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ക്ഷമയിലൂടെ നാം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ദൈവരാജ്യത്തിനായി ഒരുങ്ങുകയും ചെയ്യുന്നു. പാപബോധം നഷ്ടപ്പെട്ട ഈ കാലത്ത് തെറ്റുകൾ തിരുത്തുവാനും പരസ്പരം ക്ഷമിക്കുവാനുള്ള ഈശോയുടെ ആഹ്വാനം വളരെ പ്രസക്തമാണ്. നിങ്ങൾക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമോർ മരത്തോടെ ഇവിടെ നിന്ന് അതിനെ പറിച്ചു മാറ്റി കടലിൽ നടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇത് വിശ്വാസത്തിൻ്റെ അസാധാരണമായ ശക്തിയെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് ശക്തമായ വിശ്വാസം ആവശ്യമാണ്. സഹോദരങ്ങളെ, ഈശോയുടെ 2ാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ വിശ്വാസത്തിൽ വളരുവാനും അവിടുത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാം പരിശ്രമിക്കണം. ഈ സുവിശേഷ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വരവിനായി പൂർണ്ണമായി ഒരുങ്ങാൻ ഇത് നമ്മെ സഹായിക്കട്ടെ.